എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. നന്മയുടെ കണിക്കൊന്ന പൂക്കളൊക്കെ പൂക്കുന്ന അടുത്ത ഒരു വർഷക്കാലം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഉണ്ടാകും എന്ന ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അത്തം നക്ഷത്രക്കാരുടെ 2026 വിഷുഫലത്തെ പറ്റിയാണ്. കന്നിരാശിയിൽ വരുന്ന ചന്ദ്രൻ അധിപനായ അത്തം നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്ന 12 മാസങ്ങൾ നിർണായകമായ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ മാറി ഒരു തിരിച്ചുവരവിൻ്റെ ഒരു വർഷമായിരിക്കുമോ ഇനി വരാൻ പോകുന്നത്? അതോ ഇനി കണ്ടകശനിയുടെയൊക്കെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തെയൊക്കെ ബാധിക്കുമോ? നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമോ? പുതിയ വീട് എന്ന സ്വപ്നം കൊണ്ട് നടക്കുന്നവർക്ക് അത് സാധ്യമാകുമോ? തൊഴിൽ രംഗവും ബിസിനസ് രംഗവും ഒക്കെ മെച്ചമായിട്ടൊക്കെ പോകുമോ? അതുപോലെ കുടുംബത്തെ സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകുമോ എന്നതിനെപ്പറ്റിയെല്ലാം ഈ വീഡിയോയിൽ അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു വിശകലനമാണ് നടത്തുന്നത്. നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദോഷപരിഹാരങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം കൃത്യമായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഈ ഭാഗ്യകാലത്തെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു മുതൽ വരാനിരിക്കുന്ന ഒരു വർഷം തൊഴിൽപരമായി വലിയ മുന്നേറ്റങ്ങളുടെ ഒരു കാലമാണ്. ജൂണിൽ വരുന്ന വ്യാഴത്തിൻ്റെ അനുകൂലമായ രാശിമാറ്റം വലിയ തോതിലുള്ള ഒരു ആശ്വാസമാണ് നൽകുന്നത്. പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവ് വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരിയിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രശംസയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. ശമ്പള വർധനവിനും ഈ വർഷം ശക്തമായ ഒരു യോഗമുണ്ട്. നിലവിലെ ജോലിയിലൊക്കെ തൃപ്തരല്ലാത്തവർ അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഈ വർഷം മികച്ച അവസരങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് IT മേഖലയിലും ബാങ്കിങ് മേഖലയിലും അതുപോലെ ടീച്ചിങ് മേഖല, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ കഴിവിനൊത്ത പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ ഒക്കെ നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ഈ വിഷുവിന് ശേഷം ഉള്ള മാസങ്ങളിൽ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതാണ്. നേഴ്സിംഗ് മേഖലയിലോ പാരാമെഡിക്കൽ അതുപോലെ എൻജിനീയറിംഗ് ഒക്കെ മേഖലയിലുള്ളവർക്ക് വിദേശത്തൊക്കെ മികച്ച ഒരു കരിയറൊക്കെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം ലാഭകരമായ ഒരു കാലമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനോ അനുകൂലമായ സമയമാണിത്. പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ വ്യക്തതയും അതുപോലെ ലാഭവിഹിതവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ കണ്ടകശനിയുടെ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ഒക്കെ ആവശ്യമാണ്. ജോലി ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിൽ സ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഒരു ഈസി മട്ടിൽ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ യാതൊരു മടിയും വിചാരിക്കാതെ മുന്നോട്ട് വരിക. നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രാഫ് ഉയർത്താൻ ഇത് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വിഷു മുതൽ സാമ്പത്തികമായിട്ട് ഒരു തിരിച്ചുവരവിൻ്റെ വർഷമാണ് എന്ന് പറയാം. നിങ്ങളുടെ രാശ്യാധിപനായ ചന്ദ്രനും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവവും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതി കൊണ്ടുവരുന്നതാണ്. ഈ വർഷം നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് കൂടുതൽ പണമൊക്കെ കൈവരുന്നതാണ്. ജോലിയിൽ നിന്നുള്ള ശമ്പള വർധനവ്, അതുപോലെ ബോണസ്, ഇൻസെൻറ്റീവ് എന്നിവ വഴിയൊക്കെ സാമ്പത്തിക ഭദ്രത കൈവരുന്നതാണ്. കൂടാതെ കുറേ കാലമായിട്ടൊക്കെ കിട്ടാതിരുന്ന കുടിശ്ശികകളൊക്കെ അപ്രതീക്ഷിതമായി കൈക്കലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ പൈതൃകമായിട്ടൊക്കെ ലഭിക്കേണ്ട സ്വത്തുക്കളിലോ അല്ലെങ്കിൽ ഭൂമി ഇടപാടുകളിലോ ഒക്കെ അനുകൂലമായ ഒരു തീരുമാനം ഈ വർഷം ഉണ്ടാകുന്നതാണ്.
അത്തം നക്ഷത്രക്കാർ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഭൂമി. ഈ വിഷുക്കാലം മുതൽ അതിനുള്ളൊരു വഴി തെളിയുന്നതാണ്. വീട് പണിയാനോ അതുപോലെ പാതി വഴിയിൽ നിലച്ചുപോയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ബാങ്ക് ലോണുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായമൊക്കെ കൃത്യസമയത്ത് തന്നെ ലഭ്യമാകുന്നതുമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചെറിയ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും ഈ വർഷം സാധിക്കുന്നതാണ്. അനാവശ്യമായിട്ടൊക്കെയുള്ള ചിലവുകൾ നിയന്ത്രിക്കാനും കൃത്യമായ ബജറ്റിലൂടെയൊക്കെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുമെങ്കിലും കണ്ടകശനിയുടെയൊക്കെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരാൾക്ക് വേണ്ടിയും ജാമ്യം നിൽക്കുന്നതൊക്കെ ഒഴിവാക്കണം. അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു വർഷം ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അത്തം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. പങ്കാളിയുമായിട്ടൊക്കെ കൂടുതൽ സമയം ചിലവഴിക്കാനും പരസ്പര ധാരണയോടെയൊക്കെ മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ ആരോഗ്യകാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. വിവാഹപ്രായമൊക്കെ എത്തിയ അത്തം നക്ഷത്രക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന വിവാഹ ആലോചനകളൊക്കെ പെട്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. അനുയോജ്യമായ ആലോചനകൾ തന്നെ തേടിയെത്തുകയും വർഷത്തിൻ്റെ പകുതിയോടെയൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ്. സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരുന്നവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ അവരുടെ ഉയർച്ചയിലോ ഒക്കെ അഭിമാനിക്കാൻ തക്കവണ്ണമുള്ള നേട്ടങ്ങൾ ഈ വർഷം കൈവരുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുറത്തു നിന്നുള്ളവരുടെ അനാവശ്യ ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിൽ അനുവദിക്കരുത്. കണ്ടകശനിയുടെ സ്വാധീനമൊക്കെ ഉള്ളതിനാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും അതുപോലെ അവരുടെ വൈകാരികമായ ആവശ്യങ്ങളിലുമൊക്കെ അല്പം ശ്രദ്ധ നൽകുന്നത് ബന്ധം ശക്തമാകാൻ സഹായിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. കന്നിരാശിക്കാർ പൊതുവെ ബുദ്ധിശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്. ഈ വർഷം അത് പ്രായോഗികമായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ പോയി ഉപരിപഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അനുകൂലമായ അഡ്മിഷനൊക്കെ ഈ വർഷം ലഭിക്കുന്നതാണ്. ബാങ്ക് പരീക്ഷകളോ അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകളോ ഒക്കെ എഴുതുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഫലമായി ഉന്നത വിജയം ഉറപ്പ് തന്നെയാണ്. ഇനി പഠനമൊക്കെ കഴിഞ്ഞവർക്ക് പുതിയ കോഴ്സുകൾ ചെയ്യാനോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളൊക്കെ പഠിക്കാനോ ഈ വർഷം സമയം കണ്ടെത്താൻ കഴിയുന്നതുമാണ്. ഇതൊക്കെ നിങ്ങളുടെ കരിയറിൽ വലിയ ഗുണം ചെയ്യുകയും ചെയ്യും. ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടകശനിയുടെ ഒരു പകുതി കാലം പിന്നിട്ടെങ്കിലും അതിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ ശാരീരികവും മാനസികമായ ആരോഗ്യത്തെ അത് ബാധിച്ചേക്കാം. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. BP ഉള്ളവർ, അതുപോലെ പ്രമേഹം എന്നിവയൊക്കെ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകളൊക്കെ നടത്തേണ്ടതാണ്. യാത്രകൾ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്ന തത്വം അത്തം നക്ഷത്രക്കാർ ഈ വർഷം പാലിക്കേണ്ടതാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ഗുണകരമാണെങ്കിലും കണ്ടകശനിയുടെയും മറ്റ് ഗ്രഹപ്പിഴകളുടെയും ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കാനും വേണ്ടി ഇനി പറയുന്ന പരിഹാര മാർഗങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ദേവി ഭജനം നടത്തുക. അത്തം നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് തിങ്കളാഴ്ചകളിൽ ദേവീ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പായസ വഴിപാടൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. കണ്ടകശനിയുടെയൊക്കെ ദോഷമകറ്റാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിപ്പിക്കുക. അതുപോലെ ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ദാനധർമ്മങ്ങളൊക്കെ നടത്തുക. അതുപോലെ പക്ഷികൾക്കൊക്കെ വെള്ളവും തീറ്റയും നൽകുന്നത് അത്തം നക്ഷത്രക്കാർക്ക് പുണ്യം നൽകുന്നതാണ്. ചുരുക്കത്തിൽ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും ഒക്കെ മുന്നോട്ട് പോയാൽ വിജയം നിങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. ഓർക്കേണ്ട കാര്യം, ജ്യോതിഷം എന്നതൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ചേരുമ്പോഴാണ് ജീവിതത്തിലെ പൂർണ്ണ വിജയം കൈവരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.